Good morning, friends. I am Dr. Diwakar. Predictions 2026. According to numerology, സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ട് ആധുനിക സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ട് 2026 2 plus 0 plus 2 plus 6 that is equal to 10. 0 has no value. പൂജ്യത്തിന് വിലയില്ല. അപ്പോൾ ഒന്നാണ് വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ സൂര്യനായിട്ടാണ് പറയുക. പൗരാണിക വേദശാസ്ത്രം അനുസരിച്ചിട്ട് സംഖ്യാശാസ്ത്രത്തെ അകാരാദി ശൂന്യമായിട്ടും കകാരാദി 1 2 3 4 അങ്ങനെ 9 വരെയും, മോഡേൺ സംഖ്യാശാസ്ത്രം അനുസരിച്ച് 1 തൊട്ട് 9 വരെയുമാണ്. 1 സൂര്യനായിട്ടും 2 ചന്ദ്രനായിട്ടും 3 വ്യാഴമായിട്ടും 4 രാഹുവായിട്ടും 5 ബുധനായിട്ടും 6 ശുക്രനായും 7 കേതുവായും 8 ശനിയായും 9 ചൊവ്വയായിട്ടാണ്. ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ അഗ്നിമാരുതി യോഗത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. ശനിയും ചൊവ്വയും മീനൻ രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കുംഭൻ രാശിയിലാകട്ടെ രാഹു ഈ വർഷം ലോകത്തിന് മുഴുവനും നാശത്തെ കൊടുക്കുന്ന ഒരു യോഗമാണ് ഈ വർഷം. സൂര്യനായപ്പോൾ അത്യുഷ്ണമയം അർക്കേന സഹിതം അത്യുഷ്ണത്തെ കൊടുക്കുന്നതാണ് സൂര്യൻ. ലോകത്തിൻ്റെ പല ഭാഗത്തും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുവാനായിട്ട് ഇടവരും ഈ വർഷത്തിൽ. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് 2026. ലോക ജനതയ്ക്ക് മുഴുവനും ദുഃഖത്തെ കൊടുക്കുന്നതാണ്. ദുഃഖായ ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ്റെ വർഷം ദുഃഖത്തെയാണ് കൊടുക്കുക. സൂര്യൻ ഒന്നായിട്ട് വന്നപ്പോൾ അത് ദുഃഖത്തെയാണ് കൊടുക്കുക. ഇപ്പോൾ താമ്പൂല പ്രശ്നാധികാരികളിലേക്ക് 1 സംഖ്യയായിട്ട് വന്നാൽ സൂര്യനാണ് അവിടെയും വരുന്നത്. അവിടെയും ദുഃഖത്തെയാണ് കൊടുക്കുന്നത്. ദുഃഖായ ഭാനു. അപ്പോൾ ഈ ലോകത്തിന് മുഴുവനും ദുഃഖത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം. ലോകത്ത് തന്നെ പല പ്രാവശ്യം ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. എന്താണ് എർത്ത്ക്വേക്ക് അഥവാ ഭൂമി കുലുക്കം? ഭൂമിയുടെ നിന്നും അതിശക്തിയായിട്ടുള്ള എനർജി പുറപ്പെടുകയും ഭൂഖണ്ഡങ്ങൾ ചലിക്കുകയും ഭൂഖണ്ഡങ്ങൾ മാറുകയും ചെയ്യുമ്പോഴാണ് അമിതമായ ശക്തിവിശേഷം ഉണ്ടാവുകയും അത് ഭൂമിയെ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്നു. ഈ വർഷം പല സ്ഥലങ്ങളിലായിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മാരക രോഗങ്ങൾ പല സ്ഥലത്തും ബാധിക്കാനായിട്ട് ഇടവരും. H1N1, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളും ലോകത്ത് പടർന്നു പിടിക്കാൻ ഇടവരുന്ന ഒരു വർഷമാണ്. 2018 മുതൽ ആളുകൾക്ക് മറ്റൊരു രോഗമുണ്ടായെങ്കിൽ ഈ വർഷത്തിൽ അതിലും കൂടുതൽ മാരകത്വം വരുന്ന രോഗങ്ങളുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ഭൂമിയുടെ പസഫിക് ഓഷ്യനിൽ വരുന്നതായ രാജ്യങ്ങളിൽ ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, അതുപോലെ തന്നെ വെനിസ്ക, ആസ്ട്രേലിയയുടെ ഭാഗങ്ങൾ, ആഫ്രിക്കൻ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ഭൂകമ്പങ്ങളുണ്ടാകും. ഇത് ലോകത്തിനെ കീഴടവിറപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ത്യ ഭൂഖണ്ഡത്തിലാകട്ടെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭൂകമ്പം ഉണ്ടാകും. ചൊവ്വയാണ് ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരനായ ഗ്രഹം. ചൊവ്വ ഇന്ന് സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണ്. ആ ചൊവ്വ നിൽക്കുന്ന രാശിയിൽ നിന്ന് 4ലേക്കും 7ലേക്കും 8ലേക്കും പ്രത്യേക ദൃഷ്ടികളൊക്കെ ഉള്ള ഒരു അവസ്ഥ ചൊവ്വയ്ക്കുണ്ട്. ആ ചൊവ്വ 4ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം കേതുവാണ്. ചിങ്ങൻ രാശിയുടെ അധിപതിയായ ഗ്രഹം വന്നിട്ട് ആ ഗ്രഹം ഇന്ന് മിഥുനൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇത് ലോകത്തിന് മുഴുവനും കഷ്ടഫലങ്ങളുണ്ടാക്കും.
രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഒന്നിലധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുവാൻ ഈ വർഷം സാക്ഷ്യം വഹിക്കും. അതുപോലെ 8-10 പ്രാവശ്യം ഭൂകമ്പങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. 10 എന്ന് പറഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം നമ്മൾ 2+0+2+6 എന്ന് പറയുന്ന 10 ആണ് വരുന്നത്. അപ്പോൾ 10 അതിലധികമോ ഭൂകമ്പങ്ങൾ ഭൂമിയിലുണ്ടാകും. ഭൂമിയുടെ പല ഭാഗത്തും ആളുകളുടെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഉണ്ടാകുക. യുദ്ധം മറ്റൊരു വിഷയം. അഗ്നിസംബന്ധമായ ഈ വർഷം തുടങ്ങിയത് തന്നെ അഗ്നിമാരുതി യോഗത്തോടു കൂടിയാണ്. ഇത് ലോകത്ത് പല സ്ഥലത്തും യുദ്ധങ്ങളും അഗ്നിസ്ഫോടനങ്ങളും ആറ്റമിക് പവർ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള പ്രവണതകളുമൊക്കെ ഉണ്ടാകും. ഓയിൽ ഫീൽഡുകളെല്ലാം നശിപ്പിക്കുവാനായിട്ട് ഇടവരികയും അതിൻ്റെ ഫലമായിട്ട് വസ്തുക്കളുടെ മെറ്റീരിയൽസിൻ്റെ എല്ലാം കോസ്റ്റ് ക്രമാതീതമായി വർദ്ധിക്കുവാനായിട്ട് ഇടവരും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ എല്ലാ വസ്തുക്കൾക്കും വില വർദ്ധിക്കുവാനായിട്ട് ഇടവരുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക രംഗത്ത് എക്കണോമി ആണെങ്കിൽ തന്നെ ഈ വർഷത്തിൽ വളരെയേറെ ഷെയർ മാർക്കറ്റെല്ലാം വളരെ പൊങ്ങിയും താണും ഇരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഈ വർഷം 2026 ലോക ജനതയ്ക്ക് മുഴുവനും പലതരത്തിലുള്ള ദുഃഖത്തെ കൊടുക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ വർഷം ഭൂകമ്പങ്ങളുണ്ടാകും. അഫ്ഗാനിസ്ഥാനിലുണ്ടാകും, പാകിസ്ഥാനിലുണ്ടാകും, റഷ്യയിലുണ്ടാകും, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടാകും, ആസ്ട്രേലിയ ഭാഗത്തുണ്ടാകും. പസഫിക് റീജിയനിലുള്ളതായ ദ്വീപസമൂഹങ്ങളിലെല്ലാം തന്നെ അഗ്നിപർവ്വതത്തിൻ്റെയും അതുപോലെ തന്നെ ഭൂകമ്പത്തിൻ്റെയും തീക്ഷ്ണഫലങ്ങളുണ്ടാകും. ഈ വർഷത്തിൽ ഇനിയും സംഭവിച്ചത് കൂടാതെ ഇനിയും പല ഭൂകമ്പങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയുള്ളതായിട്ട് കാണുന്നു. താങ്ക് യു വെരി മച്ച്.